ഇത് RSSന്റെ ഒരു അജണ്ടയാണ്. ഒരു വർഗീയ ചാപ്പ MSFന്മേൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു മറ്റ് സംഘടനകളുടെ മേൽ ചുമത്തുക എന്ന് പറയുന്ന RSSന്റെ ഒരു അജണ്ടയെ കുടപിടിച്ചുകൊണ്ടാണ് SFI ഇപ്പോൾ നിലപാടുകളെല്ലാം കടുപ്പിച്ചു ആ തരങ്ങളിലേക്ക് പോകുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പല പ്രശ്നങ്ങൾ സാധാരണ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ MSFനെ ചൊല്ലി പലതരത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. MSF വർഗീയ സംഘടനയാണെന്ന് ഇടതു വിദ്യാർത്ഥി സംഘടനയായ SFI ആവർത്തിച്ചു പറയുന്നു. അത് വിവാദമാകുന്നു. എന്നാൽ SFIയുടെ വാദം ഏറ്റുപിടിക്കുന്ന ചില ഘടകങ്ങൾ KSUവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. കണ്ണൂരിൽ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ KSUവിന്റെ ഭാഗത്തുനിന്ന് MSFനെ കണക്കറ്റ് വിമർശിക്കുന്ന അല്ലെങ്കിൽ SFIയുടെ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന പരാതിക്ക് പാത്രമാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ എന്നോടൊപ്പമുണ്ട്. ശരിക്കും എന്താണ് MSF KSU പ്രശ്നം? യഥാർത്ഥത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില ക്യാമ്പസുകളിൽ KSU MSFും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ, സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടങ്ങളിൽ തന്നെ അവിടുത്തെ ജില്ലാ നേതൃത്വത്തോടും പ്രാദേശിക നേതൃത്വത്തോടും ആ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തി യുക്തമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണമെന്ന നിർദ്ദേശം സംസ്ഥാന KSU കമ്മിറ്റി നിലവിൽ നൽകിയിട്ടുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ പ്രക്രിയയുമൊക്കെയുമായി ബന്ധപ്പെട്ട് MSFുമായി ചില കോളേജ് തലങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിൽ വേണ്ട ഇടപെടൽ MSFന്റെ മേൽ കമ്മിറ്റികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു പരാതി നിലവിൽ MSFന്റെ സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ അറിയിച്ചിട്ടുമുണ്ട്. ഇതിനിടയിൽ KSUവിന്റെ ജില്ലാ ഭാരവാഹിയുടെ നേതൃത്വത്തിൽ MSFനെ ചൊല്ലി ഉണ്ടായ ഒരു പരാമർശം അത് യാതൊരു രീതിയിലേക്കും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നതിൽ കൃത്യമായിട്ടുള്ള നിലപാട് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് RSSന്റെ ഒരു അജണ്ടയാണ്. ഒരു വർഗീയ ചാപ്പ MSFന്മേൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു മറ്റ് സംഘടനകളുടെ മേൽ ചുമത്തുക എന്ന് പറയുന്ന RSSന്റെ ഒരു അജണ്ടയെ കുടപിടിച്ചുകൊണ്ടാണ് SFI ഇപ്പോൾ നിലപാടുകളെല്ലാം കടുപ്പിച്ചു ആ തരങ്ങളിലേക്ക് പോകുന്നത്. അത് MSF സംസ്ഥാന അധ്യക്ഷൻ നവാസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ സംസ്ഥാന KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങൾ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഗീയ സംഘടനയുടെ ചാപ്പ കുത്തുക എന്ന RSSന്റെ അജണ്ട SFI ഏറ്റുപിടിക്കുമ്പോൾ അതിന് കുടപിടിക്കാൻ KSU ഇല്ല. അതായത് കണ്ണൂരിലെ KSUവിന്റെ ജില്ലാ ഭാരവാഹി MSFനെ കുറിച്ച് പറഞ്ഞത് അംഗീകരിക്കാൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സന്നദ്ധമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് പ്രാദേശികമായി അവിടെ ക്യാമ്പസുകളിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണമായി മാത്രം അതിനെ ഞങ്ങൾ നോക്കിക്കാണുന്നുള്ളൂ. അതിൽ ഈ പ്രസ്തുത വിഷയവുമായി സമഗ്രമായി അവിടെ ക്യാമ്പസ് തലങ്ങളിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെപ്പറ്റി സമഗ്രമായി പഠിച്ച് അതിലൊരു വിശദമായ റിപ്പോർട്ട് നൽകാൻ നമ്മുടെ സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രവാസ് സോണിയാടനെ നിലവിൽ നമ്മൾ അത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ SFI ഏറ്റുപിടിക്കുന്നത് പോലെ അല്ലെങ്കിൽ RSS ഏറ്റുപിടിക്കുന്നത് പോലെ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഏറ്റുപിടിക്കുന്നത് പോലെ ഒരു വർഗീയ ചാപ്പ MSFന് കുത്തുന്നതിൽ KSUവിന് അതിൽ യാതൊരു യോജിപ്പുമില്ല. ആ ഒരു നിലപാടിനെ അതിനെ പൂർണ്ണമായി തള്ളുന്നവരും. കണ്ണൂർ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് MSF മതസംഘടനയാണ്. ഏതാണ്ട് SFI പറഞ്ഞ അതേ വാദം ഏറ്റുപിടിക്കുക. ആ വാദത്തെ നേർക്കുനേരെ തള്ളാൻ കഴിയുന്നില്ല. ആ വിഷയത്തെ നമുക്ക് ഏറ്റുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരു വർഗീയ സംഘടനയാണ് എന്ന് അവിടുത്തെ ജില്ലാ ഭാരവാഹി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മളത് പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. ഞാനത് കഴിഞ്ഞ ആഴ്ചയും ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിന് മുൻപ് MSF സംസ്ഥാന അധ്യക്ഷനെ വർഗീയ ചാപ്പ കുത്താനുള്ള ശ്രമം നടത്തിയ ഘട്ടത്തിൽ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്. ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ ഒരു സംഘപരിവാർ ഒരു നറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ നറേഷനെ SFI അതേപടി ഏറ്റെടുക്കുന്നു. ഇവിടെ KSU ഭാരവാഹിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു പ്രതികരണം, അവിടെ ഉണ്ടായ ക്യാമ്പസ് തലങ്ങളിലുണ്ടായ ഒരു സംഘർഷങ്ങളുടെ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണത്തിന്റെ ഒരു മറ്റു തലങ്ങളിലേക്കാണ്. ഞങ്ങൾ അതിൽ സംസ്ഥാന KSU കമ്മിറ്റി വളരെ വ്യക്തമായിട്ട് താഴെ ഘടകങ്ങൾക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ MSFുമായി ബന്ധപ്പെട്ടോ മറ്റ് മുന്നണി കക്ഷികളുമായി ബന്ധപ്പെട്ടോ വിഷയങ്ങളിൽ ജില്ലാ ഭാരവാഹികളോ പ്രാദേശിക ഭാരവാഹികളോ നിലപാടുകൾ പറയേണ്ടതില്ല. അത്തരത്തിൽ വിഷയങ്ങളുണ്ടോ എങ്കിൽ മേൽ കമ്മിറ്റികൾ അതിൽ ഇടപെടലുകൾ നടത്തണമെന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൂടി ഞങ്ങൾ നൽകിയതാണ്. ഈ ഒരു വിഷയത്തെ ഞങ്ങൾ സംസ്ഥാന തലത്തിൽ ഈ വിഷയത്തെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ എതിർത്ത ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ MSFനെ വർഗീയ ചാപ്പ കുത്തി മാറ്റി നിർത്തി SFIയുടെ വാദം ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്യുന്ന KSU ഭാരവാഹികൾക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഈ വിഷയത്തിൽ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റികൾ പഠിക്കാൻ വേണ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അവിടെ ക്യാമ്പസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ KSUവും SFും തമ്മിൽ വലിയ രീതിയിലേക്കുള്ള ചില ക്യാമ്പസുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ ഇടപെടേണ്ടുന്ന സമയത്ത് MSFന്റെ നേതൃത്വം അവിടെ ഇടപെട്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഇടപെട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം
യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ഞങ്ങളുടെ അമർഷവും ഞങ്ങളുടെ പ്രതിഷേധവും MSF സംസ്ഥാന കമ്മിറ്റിയെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഉണ്ടാകുന്ന പ്രാദേശികമായ വിഷയങ്ങളുടെ പേരിൽ ഒരു വർഗീയ ചാപ്പ കുത്തുന്ന SFIയുടെ അല്ലെങ്കിൽ RSSന്റെ അജണ്ടകളെ ഏറ്റുപിടിക്കാൻ ഞങ്ങൾ യാതൊരു രീതിയിലും ഞങ്ങൾ ഒരുക്കമല്ല. അതിൽ ആ KSU ജില്ലാ ഭാരവാഹിയുടെ നിലപാടിനെ ഞങ്ങൾ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. അതായത് UDSFന്റെ ഭാഗമായി തന്നെ MSF ഉണ്ടാകും, പ്രാദേശികമായ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ആ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ നിലപാട്. അതാണ് KSU ജില്ലാ ഭാരവാഹികൾ MSFനെ വിമർശിക്കാം, അവരോട് കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറയാം. പക്ഷേ അത് SFIയുടെ വാദം ഏറ്റുപിടിക്കുന്ന തരത്തിലേക്ക്, SFIയുടെ ആഖ്യാനങ്ങൾ ഏറ്റുപിടിക്കുന്ന തരത്തിലേക്ക് KSU ഭാരവാഹികൾ മാറരുത്. മാറിയാൽ അതിനെ തള്ളിപ്പറയേണ്ടി വരും. അക്കാര്യത്തിൽ ഗൗരവപ്പെട്ട സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ നടപടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ നടപടിയെടുക്കും എന്നാണ് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. ലയേഷ് കാഞ്ചിക്കാവിനൊപ്പം യു ഷൈജു, മീഡിയ 1 കൊച്ചി.